സനാതന ധർമ്മമൂല്യങ്ങൾക്ക് ആധാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിശിഷ്ട ഗ്രന്ഥങ്ങളായ പുരാണ ഇതിഹാസ കഥകളിലൂടെ ഒരു പഠനയാത്ര ആരംഭിക്കുകയാണ് അമൃതഗംഗ. ഹിന്ദു തത്വശാസ്ത്രവും ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കണമെങ്കിൽ അവശ്യം കേട്ടിരിക്കേണ്ട ചില കഥകൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുകയാണ് ഇവിടെ. കൽപ്പിത കഥകൾ ആണെന്ന് ചിന്തിച്ചാൽ തന്നെയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അനുഭവങ്ങൾ തരുന്നവയാണ് ഈ കഥകൾ. കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഈ യാത്രയുടെ രസം ആസ്വദിക്കാം, അനുഭവിക്കാം. ശുഭപ്രദങ്ങളായ ഈ പുരാണ സംഹിതകൾ നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്ന മഹാനായ ആ വേദവ്യാസ മഹർഷിയുടെ കഥ പറഞ്ഞുകൊണ്ട് തന്നെയാവട്ടെ തുടക്കം, അല്ലേ? ഈ കഥാഭാഗത്തിന് ആധാരം ശ്രീ ദേവി ഭാഗവതമാണ്. ശ്രീ മഹാഭാഗവത പുരാണത്തിലെ ഉപപുരാണമാണ് ദേവി ഭാഗവതം. ഒരിക്കൽ ഋഷിശ്രേഷ്ഠനായ പരാശര മഹർഷി ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. മഹർഷിമാർ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പതിവാണ്. ആ യാത്രയ്ക്കിടയിൽ ഒരു ദിവസം യമുനാ നദീതീരത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. നിറഞ്ഞൊഴുകുന്ന മനോഹാരിയായ യമുനയെ കടന്നു വേണം അദ്ദേഹത്തിന് അക്കരെ എത്താൻ. കടത്തുകാരനായ മുക്കുവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനിശ്രേഷ്ഠൻ മുക്കുവനോട് തന്നെ അക്കരെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മുക്കുവൻ ബാലികയായ തൻ്റെ മകൾ സത്യവതിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: മകളെ, പുണ്യാത്മാവായ ഈ മുനിവര്യനെ കാത്തു നിർത്തുന്നത് ഉചിതമല്ല. ഞാൻ ആഹാരം കഴിക്കുകയുമാണല്ലോ. അതിനാൽ നീ തന്നെ ഇദ്ദേഹത്തെ ശീഘ്രം അക്കരെ എത്തിച്ചാലും. താരുണ്യം ഒന്ന് തലോടാൻ വെമ്പി നിൽക്കുന്ന അതിസുന്ദരിയായ ആ കുമാരി പിതാവിനെ അനുസരിച്ചുകൊണ്ട് തോണിയുമായി പരാശര മഹർഷിയെ സമീപിച്ചു. അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു: മഹാത്മാവേ, വന്നാലും ഞാൻ അങ്ങേ മറുകര എത്തിക്കാം. പിതാവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തേജസ്വിയായ ആ മുനിവര്യനെ തോണിയിൽ കയറാൻ അവൾ സഹായിച്ചു. ആ ദാശകന്യകയുടെ രൂപസൗന്ദര്യവും സൗശീല്യവും മഹർഷിയെ വല്ലാതെ ആകർഷിച്ചു. അവളുടെ മുഖത്ത് നിന്ന് കണ്ണുകളെടുക്കുവാനോ കയ്യിൽ നിന്നും കൈ അയക്കുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സുന്ദരിയായ ആ കുമാരി ബുദ്ധിമതിയും ധൈര്യശാലിയും ആയിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് മുനിവര്യനോട് പറഞ്ഞു: മഹാത്മാവായ അങ്ങ് എന്തു ചെയ്യുവാനാണ് തുടങ്ങുന്നത്? അങ്ങയുടെ കുലത്തിനും സംസ്കാരത്തിനും തപസ്സിനും ചേർന്നതാണോ അങ്ങിപ്പോൾ ചെയ്യുവാനുദ്ദേശിക്കുന്ന ഈ പ്രവൃത്തി? അങ്ങ് വസിഷ്ഠ മഹർഷിയുടെ പരമ്പരയാണ്. മഹാതപസ്യായ അങ്ങ് കാമപീഡിതനായിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയാലും ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടുക എന്നത് തന്നെ വിശേഷപ്പെട്ടതാണ്. ബ്രാഹ്മണ്യം നേടുക എന്നത് അതിനേക്കാൾ മഹത്തരവുമാണല്ലോ. മത്സ്യഗന്ധിയായ എന്നോട് എന്തുകൊണ്ടാണ് ആര്യന്മാർക്ക് ചേരാത്ത ഈ ഭാവം അങ്ങയ്ക്കുണ്ടായത്? എൻ്റെ ഈ ശരീരത്തിൽ എന്ത് വിശേഷതയാണ് അങ്ങയ്ക്ക് കാണാൻ കഴിഞ്ഞത്? സമാധാനമായിരുന്നാലും അങ്ങയെ അക്കരെ എത്തിക്കാൻ എന്നെ അനുവദിച്ചാലും. മഹർഷി ശാന്തനായി. കന്യകയെ തോണി തുഴയാൻ അദ്ദേഹം അനുവദിച്ചു. അവർ യമുനയുടെ മറുകരയിലെത്തി. പ്രണയാധീനനായ പരാശര മഹർഷിയോട് മത്സ്യഗന്ധിയായ ആ സുന്ദരി വീണ്ടും പറഞ്ഞു: ഞാൻ മത്സ്യഗന്ധമുള്ളവളാണ്. ഈ ചേർച്ച അങ്ങയ്ക്ക് സുഖപ്രദമാവുകയില്ല. ഒരുപോലെ രൂപസൗന്ദര്യമുള്ളവർ ആഗ്രഹത്തോടെ ചേരുന്നത് മാത്രമേ അനുയോജ്യമാവുകയുള്ളൂ. അവളുടെ വാക്കുകൾ ശ്രവിച്ച മഹർഷി തൻ്റെ തപോസിദ്ധിയാൽ കാമിനിയായ ആ കന്യകയെ ഒരു യോജന ചുറ്റളവിൽ കസ്തൂരി ഗന്ധം പകർത്തുന്ന മനോഹാരിണിയാക്കി മാറ്റി. തുടർന്ന് സത്യവതി വീണ്ടും പറഞ്ഞു: മഹാത്മാവേ, ഇത് പൊതുസ്ഥലമാണ്. മറ്റുള്ളവർ നമ്മെ വീക്ഷിക്കുന്നുമുണ്ട്. പിതാവും മറുകരയിൽ നിൽക്കുകയാണ്. മൃഗങ്ങളെപ്പോലെ ഇണചേരുന്നതിൽ എനിക്ക് താല്പര്യമില്ല. രാത്രിയാകുന്നതുവരെ അങ്ങ് കാത്തിരുന്നാലും. എന്നാൽ പരാശര മഹർഷി കാത്തിരിക്കാൻ ഒരുക്കമല്ലായിരുന്നു. അദ്ദേഹം അവളുടെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് യമുനയുടെ തീരത്തെ മൂടൽ മഞ്ഞുകൊണ്ട് മറച്ചു. അവരുടെ സംഗമത്തിന് അവിടം അനുയോജ്യമാക്കി തീർത്തു. അദ്ദേഹം പറഞ്ഞു: കന്യകെ, നമ്മുടെ സംഗമം ഈശ്വര നിശ്ചയമാണ് എന്ന് മനസ്സിലാക്കിയാലും. ഭാവശുദ്ധിയും ധൈര്യവും കൊണ്ട് അനുഗ്രഹീതയായ ആ ദാശകന്യക അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു: മഹർഷി, ഞാൻ കന്യകയാണ്.
ഗർഭിണിയായി തീരുന്നുവെങ്കിൽ ഞാൻ മാതാപിതാക്കളോട് എന്തു പറയും? മറ്റുള്ളവർ അവരെ പരിഹസിക്കുകയില്ലേ? അങ്ങേക്ക് എന്നെ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയുമില്ല. പിന്നെ എൻ്റെ അവസ്ഥ എന്തായിത്തീരും? മഹാതപസ്യായ പരാശര മഹർഷി അവളോട് മറുപടി പറഞ്ഞു. നമ്മുടെ സംഗമത്തിന് ശേഷവും നീ കന്യകയായി തന്നെ തുടരും. മാത്രമല്ല, നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളൂ. നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യും. സത്യവതി പറഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ ഈ വിവരം അറിയാനിടയാകരുത്. എനിക്കുണ്ടാകുന്ന പുത്രൻ അത്ഭുതവീര്യനും അങ്ങേക്ക് സമാനനുമായിരിക്കണം. അതുപോലെ എൻ്റെ യൗവനം പുതുതായി തന്നെ നിലനിൽക്കുകയും വേണം. അങ്ങെനിക്ക് സമ്മാനിച്ച ഈ കസ്തൂരി ഗന്ധം എന്നിൽ നിന്നും വിട്ടുപോകുകയുമരുത്. പരാശര മഹർഷി ആ കന്യാരത്നത്തിൻ്റെ ആവശ്യങ്ങളെ മാനിച്ചുകൊണ്ട് തൻ്റെ തപോസിദ്ധിയാൽ അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തു. അദ്ദേഹം അവളോട് പറഞ്ഞു, സുന്ദരി, നിനക്കുണ്ടാകുന്ന പുത്രൻ വിഷ്ണുവിൻ്റെ അംശാവതാരമായിരിക്കും. അവൻ ശുചിയും വേദജ്ഞനും പുരാണകർത്താവുമായിത്തീരും. ത്രിഭുവനത്തിലും വിഖ്യാതനായിത്തീരുന്നതാണ്. നമ്മൾ തമ്മിലുള്ള സംഗമം ഈ അവതാരത്തിന് അവശ്യം സംഭവിക്കേണ്ടതാണ്. എനിക്ക് നിന്നോട് തോന്നിയ വികാരം ദൈവനിയോഗമാണ് എന്ന് മനസ്സിലാക്കിയാലും വിധിയെ മറികടക്കാനാവില്ലല്ലോ. അതിന് എന്തെങ്കിലും ശരിയായ ഒരു കാരണവും ഉണ്ടായിരിക്കും. അതിനുശേഷം സതിയായ ആ പെൺകുട്ടി കാമദേവനെ പോലെ അഴകുള്ള ഒരു കുമാരനെ പ്രസവിച്ചു. അവൻ അതിതേജസ്വിയായിരുന്നു. തപസ്സിൽ തന്നെ മനസ്സുറപ്പിച്ച് ഉടൻ തന്നെ വളർന്നു വലുതായി. അതിവീര്യവാനായ ആ കുമാരൻ സത്യവതിയോട് പറഞ്ഞു, അമ്മേ, അമ്മ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളൂ. ഞാനും പോവുകയാണ്. തപസ് ചെയ്യാൻ പോകുന്നു. അമ്മയ്ക്ക് എപ്പോൾ എൻ്റെ സഹായം ആവശ്യമുണ്ടായാലും എന്നെ ഒന്ന് സ്മരിച്ചാൽ മതി. ഞാൻ അമ്മയുടെ സമീപം എത്തിച്ചേരുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് കൃഷ്ണദേവായൻ ദ്വീപിൽ വെച്ച് ജനിച്ച വിഷ്ണുവിൻ്റെ അംശാവതാരമായ ആ കുമാരൻ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. അദ്ദേഹമാണ് നമ്മുടെ വേദവ്യാസ മഹർഷി. വേദത്തെ വിഭജിച്ചു തന്നതിനാലാണ് അദ്ദേഹം വേദവ്യാസൻ എന്നറിയപ്പെടുന്നത്. മറ്റൊരു കഥയുമായി ഇനി നമുക്ക് വീണ്ടും കാണാം.